ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോയുടെ തന്നെ ലോങ് വീഡിയോ കണ്ടാലോ ഇന്ന്? ഒരുപാട് പൂച്ചകളെ വളർത്തുന്ന ഒരു സിഇഒയുടെ വീട്ടിലേക്ക് അയാളുടെ സെക്രട്ടറി ആയിട്ട് പോകുന്ന പെൺകുട്ടി, അവളെ കുറിച്ചാണ് നമ്മുടെ ഈ ഡ്രാമ പറയുന്നത്. അപ്പോൾ ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ഡ്രാമയിലേക്ക് കടക്കാം. നമ്മുടെ ഹീറോയിനാവട്ടെ ഒരു കൊട്ടാരം പോലത്തെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവളുടെ പേര് വെയ്മോ എന്നാണ്. അവള് ഒരു വില്ലേജില് വളർന്ന ഒരു പെൺകുട്ടിയാണ്. ഇപ്പോൾ അവൾക്ക് സെക്രട്ടറി ആയിട്ട് ജോലി ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അവൾ സിറ്റിയിലേക്ക് വരുന്നത്. വെയ്മോനാവട്ടെ വല്ലാത്ത ആശ്ചര്യമുണ്ടായിരുന്നു. കാരണം ഈ പേ ഫാമിലി ആവട്ടെ വല്ലാതെ റിച്ച് ആയിരുന്നു. അത് മാത്രമല്ല വലിയ വലിയ കമ്പനികളും അവരുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നു. ഈ PE കമ്പനിയിലേക്ക് തന്നെയാണ് അവൾക്ക് ജോലിയും ലഭിച്ചിരിക്കുന്നത്. അത് അവൾക്ക് അത്ര വിശ്വസനീയമല്ലായിരുന്നു. അങ്ങനെ ആ കമ്പനിയിലെ സിഇഒയുടെ വീട്ടിലേക്കാണ് അവളിപ്പോൾ വന്നിരിക്കുന്നത്. ആ വീട്ടിൽ വന്നപ്പോഴാവട്ടെ അവിടെ നിറയെ പൂച്ചകളും അത് മാത്രമല്ല അവിടെയുള്ള ജോലിക്കാര് അവളെ സ്ട്രേഞ്ച് ആയിട്ടുമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവളാവട്ടെ ബട്ട്ലറോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ നിറയെ പൂച്ചകളെന്ന്. അപ്പോൾ ബട്ട്ലർ പറയുന്നുണ്ട്, പ്രസിഡന്റ് പേയ്ക്ക് ആവട്ടെ പൂച്ചകളെ വലിയ ഇഷ്ടമാണെന്ന്. ഈ PE എന്ന് പറയുന്ന ആളുടെ സെക്രട്ടറി ആയിട്ടാണ് അവളിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അവളതിനൊക്കെ ഓക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഈ പേയാണ് കേട്ടോ നമ്മുടെ ഹീറോ. അവൾ അകത്ത് ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി അവളോട് സംസാരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയുടെ ഫിയാൻസി ആയിരുന്നു. അവൾ അഹങ്കാര ഭാവത്തോടെ തന്നെ ഹീറോയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീയാണോ വെയ്മോ? അവളെയാണോ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവളെ എടുത്ത് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. ബട്ട്ലർ ആവട്ടെ അവളുടെ കയ്യിലേക്ക് ഒരു എഗ്രിമെന്റ് കൊടുത്തിട്ട് സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അതില് വേറെ ഒന്നുമല്ലായിരുന്നു, അവന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു. അതിൽ സൈൻ ചെയ്ത് അവൾ അവിടെ ഏൽപ്പിക്കുന്നു. ഹീറോയിൻ ശരിക്കും ഈ ജോലിക്ക് വന്നതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ അവള് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ലോണുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീട്ടാൻ അവളെ കൊണ്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ ജോലി ലഭിച്ചത് കൊണ്ട് തന്നെ സാലറി കിട്ടുമ്പോൾ ആ ലോണൊക്കെ കുറേശ്ശെ അടച്ചു തീർക്കാമല്ലോ എന്ന് കരുതി അവൾക്ക് ആശ്വാസം തോന്നുന്നുണ്ട്. ഹീറോയുടെ ഫിയാൻസി ആവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പേയുടെ ഫിയാൻസി ആണെന്നും അതുപോലെ തന്നെ ഒരുപാട് പേഴ്സണൽ അസിസ്റ്റന്റുമാരെ നിയമിക്കാനുള്ള ബയോഡേറ്റയൊക്കെ അവൻ വെരിഫൈ ചെയ്തിട്ടും ഒരാളെ പോലും സെലക്ട് ചെയ്തിരുന്നില്ല. എന്നാൽ വെയ്മോയിന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവളെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് നിയമിക്കുകയാണെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അവളെ ഇങ്ങനെ നിയമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഫിയാൻസി ആയ പെൺകുട്ടിക്ക് വളരെ ദേഷ്യമായിരുന്നു. അവനുമായിട്ട് ഒരുപാട് ആർഗ്യുമെന്റ് ഒക്കെ നടത്തിയിരുന്നു അവൾ. ആ പെൺകുട്ടിക്ക് ആവട്ടെ ഹീറോയിന്റെ കൂടെ വല്ലാത്ത അസൂയ തോന്നുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഇതൊന്നും കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അവളുടെ മടിയിലേക്ക് ഒരു പൂച്ച ചാടി കയറുന്നുണ്ട്. ഒരു വല്ലായ്മ ഈ സമയത്ത് അവൾക്ക് തോന്നുന്നുണ്ട്. കാരണം അവളുടെ തലയിലാവട്ടെ ഒരു പൂച്ചയുടെ ചെവി ഇതിനോടകം തന്നെ രൂപപ്പെട്ടിരുന്നു. ശരിക്കും പെൺകുട്ടി ഒരു പൂച്ചയായിരുന്നു. അവളൊരു മനുഷ്യനായി രൂപാന്തരം പ്രാപിച്ചതായിരുന്നു. ഇപ്പോൾ പൂച്ച അവളുടെ ദേഹത്തേക്ക് വന്ന് വീണതുകൊണ്ട് തന്നെ അവളുടെ ചെവി രൂപപ്പെട്ടതാണ്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാത്ത പെൺകുട്ടിയാവട്ടെ ഒരു കൈ കൊണ്ട് തന്നെ ആ ചെവി പൊത്തിപ്പിടിക്കുന്നുണ്ടെങ്കിലും അടുത്ത ഭാഗത്തും അതേപോലെ ചെവി വരുന്നുണ്ട്. ഹീറോയുടെ അടുത്ത് നിന്ന് എപ്പോഴും ഒരകലം പാലിച്ചേക്കണമെന്നും അതുമാത്രമല്ല കമ്പനിയും വീടുമൊക്കെ അവളുടെ ഭരണത്തിലാണെന്നൊക്കെ ഈ ഫിയാൻസി പറയുന്നുണ്ട്. വെയ്മോന് ഇതുപോലെ പൂച്ചകളുടെ ചെവി വന്നതും അതുപോലെ തന്നെ അവന്റെ ഫിയാൻസി പറഞ്ഞ വിവരങ്ങളും ഒക്കെ ഹീറോ മുകളിൽ തന്നെ നിന്ന് കേട്ടിരുന്നു. നീയാണോ എന്റെ പുതിയ പേഴ്സണൽ സെക്രട്ടറി എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോ താഴേക്ക് വരുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവൻ അവളുടെ ബോസാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നുണ്ട്. പൂച്ചയുടെ ചെവി അവൾക്ക് രൂപപ്പെട്ടത് ഹീറോ കണ്ടോ എന്നുള്ള ഭയം അവൾക്കുണ്ടായിരുന്നു. ഹീറോ ആവട്ടെ വന്ന ഉടനെ തന്നെ കണ്ണെടുക്കാതെ തന്നെ ഹീറോയിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ഫിയാൻസിക്ക് ആവട്ടെ കലി കയറുന്നുണ്ട്. അവളാവട്ടെ നിനക്ക് ഇതുപോലത്തെ ടൈപ്പിലുള്ള പെൺകുട്ടികളെയാണോ ഇഷ്ടം? അതുകൊണ്ടാണ് നീ ഇവളെ തന്നെ സെക്രട്ടറി ആയിട്ട് നിയമിച്ചേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനാവട്ടെ മറുപടി ഒന്നും പറയാതെ ഹീറോയിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് പോകാന്ന് അവന്റെ ഫിയാൻസി പറഞ്ഞെങ്കിലും അവനാവട്ടെ ഉടനടി ഹീറോയിന്റെ മുഖം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നിനക്കെന്നെ പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അവന്റെ ഫിയാൻസിക്ക് ആവട്ടെ ഇത് കണ്ടിട്ട് വളരെയധികം ദേഷ്യം തോന്നി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിന്റെ അടുത്ത് ബട്ട്ലർ പറയുന്നുണ്ട്, അവൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മുറി അവിടെയാണ്, അങ്ങോട്ടേക്ക് പോയി റെസ്റ്റ് എടുത്തോളാൻ. അന്ന് ഹീറോയിനാവട്ടെ രാത്രിയിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അവളുടെ ശരീരമാകെ ഹീറ്റ് ആയിട്ട് അവള് പൂച്ചകളുടെ സൗണ്ട് ഒക്കെ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. ത്തിൽ അവൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്ന കണ്ടിട്ട് ഹീറോ ആവട്ടെ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൾക്ക് ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. അവനവിടെ വന്നിടഞ്ഞു തന്നെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവളുടെ കയ്യിലാവട്ടെ പൂച്ചകളുടെ നഖം രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവള് ഹീറോയുടെ ദേഹത്തേക്ക് ഒരു അള്ളു വെച്ചു കൊടുക്കുന്നുണ്ട്. ിലുണ്ടായ മുറിവിൽ നിന്ന് രക്തമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഓർമ്മയില്ലേ എന്ന്. അവൾക്കാവട്ടെ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവള് മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട്
നീ ടെൻഷൻ ആവണ്ട, എല്ലാ കാര്യങ്ങളും നിനക്ക് ഉടനടി തന്നെ ഞാൻ മനസ്സിലാക്കി തരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അവളെ വീണ്ടും കിസ് ചെയ്യുന്നുണ്ട്. രാവിലെ ഉറക്കമുണർന്ന അവളാവട്ടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വപ്നം താൻ കണ്ടേ എന്ന് ഓർത്തിട്ട് വല്ലാതെ പരിഭ്രാന്തയാവുന്നുണ്ട്. അങ്ങനെ അവളാവട്ടെ ജോലിക്ക് റെഡിയായി താഴേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ആ ഫിയാൻസി ആയിട്ടുള്ള പെൺകുട്ടിയുണ്ടല്ലോ, അവളെ ഹീറോയുടെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കുകയായിരുന്നു. ഇതിനെ അവളാവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ താൻ കണ്ടത് വെറും ഒരു സ്വപ്നമായിരിക്കില്ല, അത് യാഥാർത്ഥ്യമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഫിയാൻസി അവനോട് ചോദിക്കുന്നുണ്ട് ഈ മുറിവ് എങ്ങനെ പറ്റിയതാണെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അവന്റെ പൂച്ച അവനെ അള്ളിയതാണെന്ന്. കുറെ നാളുകളായിരുന്നു ഹീറോ കമ്പനിയിലേക്ക് പോയിട്ട്, അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ താർമാറായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഹീറോ ആവട്ടെ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട് നീയും കൂടെ എന്റെ കൂടെ കമ്പനിയിലേക്ക് വരണമെന്ന്. ഇത് കേട്ട ആ ഫിയാൻസി ആവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം അയാൾ കമ്പനിയിലേക്ക് പോയിട്ട് കുറെ നാളുകളായിരുന്നല്ലോ. അതുമാത്രമല്ല ഈ ഫിയാൻസി ആയിരുന്നു കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകൊണ്ടിരുന്നത്. ഫിയാൻസി ആവട്ടെ ദേഷ്യത്തോടെ തന്നെ അവന്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ നീ എന്തിനാ വെയിംബോയിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്? ഞാനല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്, ഞാൻ തന്നെ നിന്റെ കൂടെ വന്നോളാമെന്ന്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ഞാനല്ലേ അവിടുത്തെ പ്രസിഡന്റ്, എന്റെ കമ്പനിയിലേക്ക് എപ്പോ പോണമെന്നും ആരെയൊക്കെ കൊണ്ടുപോകണമെന്നും നീ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെയും കൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹീറോയിനെ ആവട്ടെ ഹീറോ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കമ്പനിയിലെ ഏത് ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളും എല്ലാം ഹീറോയിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് അവിടെയുള്ള തൊഴിലാളികളുടെ അടുത്ത് ഹീറോ പറയുന്നുണ്ട്. ഇതുവരെയും പേയുടെ ഫിയാൻസി ആയിരുന്നല്ലോ ആ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവള് ആ സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ളവര് അവളെ വിമർശിക്കുന്നുണ്ട്. അതുമാത്രമല്ല ചിലരൊക്കെ പറയുന്നുണ്ട് അവള് സിഇഒയുടെ കൂടെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കമ്പനിയിലെ എല്ലാ സ്ഥാനവും സിഇഒ അവൾക്ക് നൽകുന്നതെന്ന്. ഹീറോയിനാവട്ടെ അവളെ കുറിച്ച് ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ലേഡി സ്റ്റാഫ് വന്ന് അവളെ തടഞ്ഞിട്ട് അവള് സിഇഒയുമായി അഫെയറിൽ ഇരിക്കുകയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവളെ ഒരുപാട് വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അതിലൊരു സ്റ്റാഫ് ആവട്ടെ ഹീറോയിനെ അടിക്കാൻ തുടങ്ങുമ്പോഴാവട്ടെ ഹീറോ വന്നത് തടയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഹീറോയിനെ ഉപദ്രവിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ അവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോയുടെ കമ്പനിയിലെ സ്റ്റാഫുകളെ ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്നത് ആ ഫിയാൻസി തന്നെയാണ്. പേയുടെ ഫിയാൻസിയുടെ ആളുകളാണ് അവിടെ വന്ന് അവളെ ശല്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോഴാവട്ടെ ആ ലേഡി സ്റ്റാഫ് ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട് വെയിംബോ ആവട്ടെ നിങ്ങളെ സെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും നിങ്ങളോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുകയാണെന്നും പറയുന്നു. അതുകൊണ്ട് അതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോ ആ പെൺകുട്ടിയെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്റെ ഫിയാൻസിയുടെ ആളുകളല്ലേ, ഒരു കാര്യം ചെയ്യും ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അവരെല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്കൊരു കാര്യവും ഓർമ്മയില്ലേ എന്ന്. അപ്പോൾ ഹീറോയിനും ചോദിക്കുന്നുണ്ട് എന്ത് കാര്യത്തെ പറ്റിയാണ് പറയുന്നേ എന്ന്. കാര്യം അവൾക്കൊരു കാര്യവും ഓർമ്മയില്ലായിരുന്നു. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. പൂച്ചയിൽ നിന്ന് മനുഷ്യനായി രൂപാന്തരപ്പെട്ട വെയിംബോ ആവട്ടെ ഒരിക്കൽ വഴിതെറ്റി ഹീറോയുടെ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കോ പോകുന്നു. അതിനുശേഷം ഹീറോ അവളെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതൊന്നും അവിടെ കാണിക്കുന്നില്ല. പക്ഷെ ഹീറോ ആവട്ടെ അവളുടെ ഒരു ഛായാചിത്രം നോക്കി അവളെ എന്തിരുന്നാലും കണ്ടുപിടിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കമ്പനിയിലെ ജോലിയൊക്കെ അവസാനിച്ചതിന് ശേഷം ഹീറോയും ഹീറോയിനും കൂടി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയത്ത് അയാളുടെ ഫിയാൻസി അവളെ തടഞ്ഞു നിർത്തിയിട്ട് ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പേ നീ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചോ എന്ന് ചോദിച്ച് വേംബുവിന്റെ മുടിക്ക് അവൾ കുത്തിപ്പിടിക്കുന്നുണ്ട്. അവനോട് തെറ്റായ രീതിയിൽ വേംബു അടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അവളെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അവള് വേംബുവിനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് കയറി വരുന്നു. ഹീറോ വരുന്നത് കണ്ടിട്ട് കണ്ണീരിൽ കുതിർന്ന കണ്ണുകൾ അവൾ തുടയ്ക്കുന്നുണ്ട്. അതിനുശേഷം അവളോട് സ്റ്റഡി റൂമിലേക്ക് വരാൻ അവൻ ആവശ്യപ്പെടുന്നു. ഫിയാൻസി കരുതിയത് അവളെയാണ് സ്റ്റഡി റൂമിലേക്ക് വരാൻ വിളിച്ചതെന്നാണ്. ഫിയാൻസി ആവട്ടെ ഉടനടി തന്നെ താൻ സ്റ്റഡി റൂമിലേക്ക് എത്താമെന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട് നിന്നെയല്ല വേംബുവിനെയാണ് അങ്ങോട്ടേക്ക് വിളിച്ചതെന്ന്. ഇത് കേട്ട് അവൾ അവിടെ വല്ലാതെ ദേഷ്യത്തോടെ തന്നെ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിന്റെ സ്റ്റഡി റൂമിൽ നീ വേറെ ആരെയും കേട്ടത്തില്ലല്ലോ, ഇപ്പോൾ ഇവളെ എന്തിനാ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നേ എന്ന്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവളാവട്ടെ ഹീറോയെ മാന്തിയായിരുന്നല്ലോ, അതിന്റെ സൈഡ് ഇഫക്റ്റ് എന്നോണം അവന്റെ ശരീരത്തിലൊക്കെ പോയിസൺ പടർന്നിരുന്നു. അവന്റെ കഴുത്തിലൊക്കെ ഒരുമാതിരി ഞരമ്പുകൾ തെളിഞ്ഞിരുന്നു. അത് ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന കണ്ടിട്ട് ആ പെൺകുട്ടി അതായത് ഫിയാൻസി ആവട്ടെ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും വെയിംബോ പേയിനെ സെഡ്യൂസ് ചെയ്ത് കാണുമെന്ന് തന്നെ അവൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവളെ സ്റ്റഡി റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട് എനിക്ക് കാറ്റ് പോയിസൺ പടർന്നിരിക്കുന്നു എന്നുള്ള വിവരം നിനക്കറിയാമായിരിക്കുമല്ലോ, അത് എങ്ങനെ ശരിയാക്കി തരണമെന്നും നിനക്കറിയാലോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇതെങ്ങനെ ഭേദപ്പെടുത്തണമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നീയാണ് ഈ മുറിവുകൾ ഉണ്ടാക്കിയത്. അവൾ ആ മുറിവിലെ ലിക്ക് ചെയ്താൽ മാത്രമാണ് ആ അസുഖം ഭേദപ്പെടുക. അത് ഹീറോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ഈ പൂച്ചയുടെ സലൈവ കൊണ്ട് ഈ ഹീറ്റ് പോയിസൺ ഉണ്ടാവുന്നത് തടയാൻ സാധിക്കും.
ഹീറോയ്ക്ക് എങ്ങനെ വിവരം അറിയാന്നോർത്തിട്ട് അവള് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവനെ ഭേദപ്പെടുത്തിയേ മതിയാവൂ എന്നവൻ പറയുമ്പോൾ പെൺകുട്ടിക്ക് അത് ചെയ്യാതിരിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. അവൾ ആ മുറിവിലേക്ക് ചെയ്യുന്നുണ്ട്. അവന്റെ ശരീരത്തിലുള്ള പോയിസൺ അതോടെ മാറുന്നുണ്ട്. അവൻ അവിടെ ഈ സമയത്ത് അവൾക്കൊരു ഡ്രൈഡ് ഫിഷ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവളോട് പറയുന്നുണ്ട് എപ്പോഴും ഇതുപോലെ അനുസരണയുള്ളവളായിരുന്നാൽ എല്ലാ ദിവസവും അവൾക്ക് ഡ്രൈഡ് ഫിഷ് റിവാർഡായി നൽകാമെന്ന് പറയുന്നു. ഇത് കേട്ടെ അവൾ ആവട്ടെ വല്ലാതെ അമ്പരക്കുന്നുണ്ട്. അവളൊരു പൂച്ച മനുഷ്യനാണെന്നുള്ള വിവരം ഹീറോയ്ക്ക് മനസ്സിലായോ എന്നൊരു അങ്കലാപ്പ് അവൾക്കുള്ളിൽ തോന്നുന്നുണ്ട്. ഇനി മുതൽ അവനെ ആരുമില്ലാത്ത സമയത്ത് മാസ്റ്റർ എന്ന് വിളിക്കണമെന്നും അവൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് അവൾക്കൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നുണ്ട്. പെൺകുട്ടി മനുഷ്യനിൽ നിന്ന് പൂച്ചയായി രൂപാന്തരം പ്രാപിച്ചപ്പോൾ അവൾ വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ലായിരുന്നു. ഈ സമയത്ത് ഹീറോ ആണ് അവളെ കോട്ടുകൾ ധരിപ്പിക്കുന്നത്. അവളുടെ സംസാരമൊന്നും മനുഷ്യന്റെ രീതിയിലായിട്ടില്ലായിരുന്നു. പൂച്ച കരയുന്ന ശബ്ദത്തിൽ തന്നെയാണ് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട് ഇനി മുതൽ അവനെ മാസ്റ്റർ എന്ന് വിളിക്കണമെന്ന്. അത് കേട്ട് അവൾ അവിടെ അവനെ മാസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മനുഷ്യനെ പോലെയല്ലായിരുന്നു. ഒരുമാതിരി വ്യത്യസ്തമായി പൂച്ചകളെ പോലെ തന്നെയാണ് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ഹീറോ അവളടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് ഓർമ്മയുണ്ടോ എന്ന്. പക്ഷെ അവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് പുറത്ത് അവന്റെ ഫിയാൻസി വന്നിട്ട് കതവ് തട്ടി വല്ലാതെ വേളം വെക്കുന്നുണ്ടായിരുന്നു. ബട്ട്ലർ വന്നിട്ട് അവളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ സിഇഒയും വേമ്പുമായിട്ട് അകത്തൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് കയറി പോരെന്നും അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കരുതെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ആ പെൺകുട്ടി അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. കതവ് തുറക്കുന്ന അലറി വിളിച്ചുകൊണ്ട് ഒരുപാട് നേരം അവള് കതവിൽ തൊട്ടുന്നതുകൊണ്ട് തന്നെ ഹീറോയിൻ ചെന്ന് കതവ് തുറക്കുന്നുണ്ട്. ഫിയാൻസി കതവ് തുറന്നു വന്ന് നോക്കിയപ്പോഴാവട്ടെ ഹീറോ അവിടെ ഇല്ലായിരുന്നു. അവൻ എവിടെയെന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾക്കും ശരിക്കും അറിയില്ലായിരുന്നു. കാരണം കുറച്ചു മുമ്പ് വരെ അവൻ അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. ഫിയാൻസി അവിടെ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് വീണ്ടും ഹീറോ എവിടെയെന്ന് അന്വേഷിക്കുന്നു. ഹീറോയിൻ പറയുന്നുണ്ട് തനിക്ക് അറിയില്ല എന്ന്. ചിലപ്പോൾ അവളെ അന്വേഷിച്ച് അവൻ താഴേക്ക് പോയി കാണുമെന്ന് കരുതി ഫിയാൻസി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ കയ്യിലാവട്ടെ പൂച്ചകളുടെ നഖം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ശരീരം മുഴുവൻ അസഹ്യമായ ചൂട് വ്യാപിക്കുന്നുണ്ട്. കാരണം അവൾ ഹീറോയിൽ നിന്നുള്ള പോയിസൺ തിരിച്ചെടുത്തായിരുന്നല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഈ സമയത്ത് കറക്റ്റായിട്ട് ഹീറോ അങ്ങോട്ടേക്ക് വന്ന് ഹീറോയിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവളുടെ ശരീരത്തിലുള്ള ഹീറ്റ് കുറയ്ക്കാനായിട്ട് ഹീറോ ആവട്ടെ അവളെ കുറെ അധികം നേരം വെള്ളത്തിലിരുത്തുന്നുണ്ട്. വേമ്പു ആവട്ടെ അവനെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇന്നൊരു ദിവസം അവളോടൊപ്പം ഉണ്ടായിരിക്കാമോ എന്ന് അവളെ ചോദിക്കുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്യുന്നു. അന്നൊരു രാത്രി അവരിരുവരും അവിടെ ചെലവഴിക്കുന്നുണ്ട്. അടുത്ത ദിവസം അവള് കണ്ണു തുറന്നു നോക്കുമ്പോഴാണ് കാര്യങ്ങൾ ഇതുവരെ ആയെന്നുള്ള വിവരം അവൾക്ക് മനസ്സിലാവുന്നത് തന്നെ. താനാണോ ഇതിനൊക്കെ കാരണമെന്ന് അവൾ അവിടെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അവള് താഴേക്ക് ഇറങ്ങുന്ന സമയത്താവട്ടെ ഫിയാൻസി അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി അവളോടൊപ്പം ആയിരുന്നു ഹീറോ എന്ന്. ഈ സമയത്ത് അവള് പറയുന്നുണ്ട് ഇല്ലില്ല ഞാൻ നേരത്തെ തന്നെ പോയി കിടന്നുറങ്ങിയെന്ന്. ഹീറോ അങ്ങോട്ടേക്കാ പോയി നമ്മൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഹീറോ അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. ഈ സമയത്ത് ആ ഫിയാൻസി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഒരു പൂച്ച ഭയങ്കരമായി കരയുന്നുണ്ടായിരുന്നത് കേട്ടിട്ടാണെന്ന് അവള് പറയുന്നുണ്ട്. ശരിക്കും ഹീറോയിനാണ് ആ കരഞ്ഞെന്നുള്ള വിവരം അവൾക്കറിയില്ലായിരുന്നു. പി ഈ സമയത്ത് പറയുന്നുണ്ട് ഇന്നൊരു ലേലത്തിന് പോകുന്നുണ്ട്. ഹീറോയിനോട് അവനോടൊപ്പം വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്താവട്ടെ അവന്റെ ഫിയാൻസി അവനോടൊപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഉടനടി ആ പെൺകുട്ടി ദേഷ്യത്തോടെ തന്നെ അവളെ വിമർശിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇവളെ കുറിച്ച് തീർത്തും മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവളെ എന്തിനാ കൊണ്ടുപോണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിലിട്ട് വേമ്പു പറയുന്നുണ്ട് ശരിയാണ് സാർ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഞാൻ കൂടെ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവൻ എന്തോ ഒരു തരം ട്രഷറായിരുന്നു അവളെ കാണാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് എന്തായാലും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമെന്ന് അവൻ കരുതി. പക്ഷെ ഇപ്പോൾ അവള് വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മറുത്തൊന്നും പറയാതെ അവൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി അവിടെ ഹീറോയിനെ ഒരു ഗ്രീൻ ഹൗസിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നുണ്ട്. കാരണം വേറെ ഒന്നും ആയിരുന്നില്ല, അവൾക്ക് പൂമ്പൊടി അലർജി ആയിരുന്നു. പൂമ്പൊടിയുടെ ഗന്ധമേറ്റാൽ തന്നെ അവൾക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെടുമായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് ആ പെൺകുട്ടിയുടെ ഉദ്ദേശം. വേമ്പ് കൊടുത്ത റെസ്യൂമിൽ നിന്നാണ് ഫിയാൻസി വിവരം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവ്വം അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ചെന്ന് എത്തിയപ്പോൾ ആവട്ടെ ഹീറോയിന്റെ അടുത്ത് ആ ഫിയാൻസി ആവട്ടെ അകത്തു നിന്ന് ഒരു റോസ് ബൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആ പെൺകുട്ടിയുടെ മുറിയിലേക്ക് വെക്കാൻ ആവശ്യപ്പെടുന്നു. അവളത് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി നിർബന്ധപൂർവ്വം തന്നെ അവളെ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അത് എടുക്കാൻ പോകുന്ന സമയത്താവട്ടെ ആ പെൺകുട്ടി ഹീറോയിനെ അകത്ത് നിന്ന് ലോക്ക് ചെയ്യുന്നു. ഹീറോയിൻ കതവ് തുറക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി അത് തുറക്കുന്നുണ്ടായിരുന്നില്ല. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിരുന്നു എന്റെ ഫിയാൻസിയെ തന്നെ നീ സെഡ്യൂസ് ചെയ്യരുത്, ഇത് അതിനുള്ള ശിക്ഷയാണെന്ന് അഹങ്കാരത്തോടെ തന്നെ ആ പെൺകുട്ടി ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം ഹീറോ ഇതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. കാരണം ബട്ട്ലർ ഈ വിവരങ്ങളെല്ലാം അയാളെ വിളിച്ചറിയിച്ചിരുന്നു. അവൾക്ക് പൂമ്പൊടി അലർജിയാണെന്നുള്ള വിവരം ഹീറോയ്ക്കും അറിയായിരുന്നു. ഉടനടി തന്നെ അയാൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അയാളെ കണ്ടയുടനെ തന്നെ ഫിയാൻസി ആവട്ടെ എന്താ ഇത്ര പെട്ടെന്ന് മടങ്ങി വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവനാവട്ടെ ഹീറോയിൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് പുറത്തു പോയി എന്ന്. പിന്നീട് അവൻ വീണ്ടും ആവർത്തിച്ചത് ചോദിക്കുമ്പോൾ അവൾക്ക് അറിയില്ല എന്ന് പറയുന്നു. അവളുടെ കൈയൊക്കെ പിടിച്ച് വരട്ടിയിട്ട് ഹീറോ ചോദിക്കുന്നുണ്ടെങ്കിലും അവളാവട്ടെ പറയാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഒരു വേലക്കാരിയെ സ്ത്രീ അവിടെ നിന്ന് പറയുന്നുണ്ട് ഹീറോയിനെ ഇതുപോലെ ഈ പെൺകുട്ടി ഗ്രീൻ ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന കണ്ടു. പിന്നീട് ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്ന്. ഇത് കേട്ട ഹീറോ ആവട്ടെ അവളെ കൊണ്ട് നേരെ ഗ്രീൻ ഹൗസിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ ഡോർ ലോക്ക് ആയിരുന്നു.
ഹീറോ ആവട്ടെ അവളടുത്ത് ആ ഡോറിന്റെ കീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ആവട്ടെ അത് കളഞ്ഞുപോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ ആവട്ടെ ഒരുപാട് ദേഷ്യത്തോടെ തന്നെ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് അതിന്റെ കീ എവിടെയെന്ന്. കളഞ്ഞു പോയി എന്നുള്ള കള്ളം തന്നെ ഫിയാൻസി വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒരു വേലക്കാരിയെ കൊണ്ട് ഹീറോ ആവട്ടെ ആ കീ അവിടെയൊക്കെ അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞെങ്കിലും അത് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ കതവ് ചവിട്ടി പൊളിക്കുന്നുണ്ട്. ഈ സമയത്ത് പോലും ഫിയാൻസി പറയുന്നുണ്ട് അവള് പുറത്തെവിടെയാണോ അതിനുള്ളിലൊന്നും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഹീറോയെ അകത്ത് പോകുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. അകത്ത് കയറിയപ്പോൾ അവൻ കണ്ട കാഴ്ച എന്തെന്ന് വെച്ചാൽ ഹീറോയിൻ ബോധരഹിതയായിരുന്നു. അതുമാത്രമല്ല അവളുടെ കണ്ണിന് ചുറ്റും ചുമന്ന രൂപത്തിലുള്ള വ്രണങ്ങൾ രൂപപ്പെട്ടിരുന്നു. ഇത് കണ്ട് അവനാവട്ടെ ദേഷ്യവും വിഷമവും ഒക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. ഫിയാൻസി എടുത്ത് അവൻ പറയുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവളോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന്. ഹീറോ അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഒരു സോഫയിലേക്ക് കിടത്തുന്നുണ്ട്. ഈ സമയത്ത് പോലും ഫിയാൻസി പറയുന്നത് അവൾ നടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഹീറോ ആവട്ടെ ഈ സമയത്ത് ബട്ട്ലർ അടുത്ത് പറയുന്നുണ്ട് ആ ഗ്രീൻ ഹൗസ് നശിപ്പിച്ച് കളഞ്ഞേക്കാൻ. ഈ സമയത്ത് ബട്ട്ലർ പറയുന്നുണ്ട് മേഡമല്ലേ ആ ഫ്ലവർ ഒക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്, മേഡത്തിനോട് ഒന്ന് ചോദിച്ചിട്ട് പോരെ എന്ന് ഫിയാൻസി നോക്കിക്കൊണ്ട് അയാൾ പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ബട്ട്ലർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ ആന്റിഡോട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അവളുടെ ശരീരം വീണ്ടും പഴയ സ്ഥിതിയിലാവുന്നുണ്ട്. അവൾക്ക് ബോധവും തെളിയുന്നുണ്ട്. അവള് വല്ലാതെ ഭയപ്പെടുന്നത് കണ്ടിട്ട് ഹീറോ അവളുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് നിനക്കൊന്നും സംഭവിക്കില്ല, ഞാൻ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്നു. ആരാണ് നിന്നെ ഗ്രീൻ ഹൗസിൽ പൂട്ടിയിട്ടേ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഈ ഫിയാൻസി ആവട്ടെ അവളെ രൂക്ഷമായി ഒന്ന് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അബദ്ധത്തിൽ അകത്തേക്ക് കയറിയപ്പോൾ ഡോർ ലോക്കായി പോയാണെന്ന് അവൾ കള്ളം പറയുന്നു. വേമ്പു പറഞ്ഞത് അവൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ CCTV ചെക്ക് ചെയ്ത് നോക്കാൻ അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോഴാവട്ടെ ഫിയാൻസി തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് അവന് മനസ്സിലാവുന്നു. ഹീറോ ആവട്ടെ ദേഷ്യത്തോടെ തന്നെ ഫിയാൻസി എടുത്ത് ചോദിക്കുന്നു നീ അവളെ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ നീ തന്നെയാണല്ലോ അവളെ ആ ഗ്രീൻ ഹൗസിൽ അടച്ചു വെച്ചിരിക്കുന്നതെന്ന് തെളിഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ഇല്ലില്ല ഞാൻ മനഃപൂർവ്വം അടച്ചതല്ല, ആ ഡോറ് തന്നെ ലോക്കായി പോയതായിരിക്കാമെന്ന് അവള് പറയുന്നുണ്ട്. ഡോറ് തുറക്കാനായിട്ട് ആവശ്യമായ കീ തിരക്കി ഞാൻ പോയതാണ്, പക്ഷെ അത് അവിടെ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും അവള് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട ഹീറോ അവിടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവളടുത്ത് ചോദിക്കുന്നുണ്ട് നീ വീണ്ടും വീണ്ടും എൻ്റെ കൂടെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇനിയും നീ എൻ്റെ കൂടെ ഒരു തവണ കൂടി കള്ളം പറഞ്ഞാൽ തീർച്ചയായും അവർ തമ്മിലുള്ള എൻഗേജ്മെന്റ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. എൻഗേജ്മെന്റ് ഹീറോ ക്യാൻസൽ ചെയ്യുന്ന പറയുന്ന കാര്യങ്ങളൊന്നും അവൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഹീറോയുടെ കമ്പനി നിലനിന്ന് പോകുന്നത് തന്നെ അവളുടെ കമ്പനി മൂലമാണ്. അഥവാ ഹീറോ ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഹീറോയ്ക്ക് ഒരുപാട് മില്യൺസ് നഷ്ടം വരികയും അവളുടെ കമ്പനിയായിട്ടുള്ള കോർപ്പറേഷൻ നഷ്ടപ്പെടുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ എൻഗേജ്മെന്റ് ഒന്നും അയാൾ ക്യാൻസൽ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. ഇനി മേലാൽ ഇങ്ങനെ ഒരു കാര്യം നടക്കരുതെന്നും അതുപോലെ തന്നെ ഫിയാൻസി സപ്പോർട്ട് ചെയ്ത് 2 ജോലിക്കാരുടെ ശമ്പളവും ഈ മാസത്തെ കട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ അലർജി അവൾക്കുണ്ടായതിനു ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ കണ്ണുകൾ തുറക്കുന്നത്. ബട്ട്ലർ ഈ വിവരം പറഞ്ഞപ്പോൾ മാത്രമാണ് 3 ദിവസമായി അവൾ മയക്കത്തിലാണെന്നുള്ള വിവരം അവൾ അറിയുന്നത്. അയാൾ അവളുടെ അടുത്ത് വന്ന ഉടനെ ചോദിക്കുന്നുണ്ട് നിങ്ങളാവട്ടെ 3 ദിവസമായിട്ട് നല്ല മയക്കത്തിലായിരുന്നു, ഇത്രയും ദിവസം പ്രസിഡന്റ് പേ ആണ് നിങ്ങളെ നന്നായി കെയർ ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഹീറോ അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നെന്ന് കേട്ടപ്പോൾ അവൾക്ക് ചെറിയ സന്തോഷമാവുന്നുണ്ട്. അവൾക്ക് ഫുഡ് ബട്ട്ലർ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് അവളുടെ മുൻപിലേക്ക് എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. അവളാവട്ടെ ചുറ്റുമൊന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് തനിക്കിപ്പോൾ ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല, ഇവിടേക്ക് ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ നടക്കാനായി പോകുന്നു. അവിടെ നിന്ന് അവളാവട്ടെ നേരെ ഹീറോയുടെ സ്റ്റഡി റൂമിലേക്കാണ് പോയത്. പുറത്തു നിന്നുള്ള ആരെയും ഹീറോ അകത്തേക്ക് കടത്തിവിടുന്നതല്ലായിരുന്നു. പക്ഷേ ഹീറോയിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവളെ അകത്തേക്ക് കടത്തിവിടാൻ ജോലിക്കാരനോട് പറയുന്നുണ്ട്. അകത്ത് ചെന്നപ്പോൾ അവൾ അവിടെ ഒരു പന്ത് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ അവൾക്ക് വല്ലാതെ ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അവള് മനുഷ്യനായി മാറിയ സമയത്ത്, അതായത് പൂച്ചയുടെ ബിഹേവിയർ തന്നെയാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് അവളൊരു പന്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയും അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഈ ഓർമ്മകളൊക്കെ തന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ എവിടെ നിന്നാ കടന്നു വന്നേന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ തന്നെ അതിനെക്കുറിച്ച് അവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഹീറോയ്ക്കും അവൾക്ക് മുൻപരിചയമുണ്ടോ എന്നൊക്കെ അവൾ അതിശയത്തോടെ തന്നെ ആലോചിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് നടന്നു വന്നപ്പോഴാവട്ടെ ഹീറോ ഒരു പൂച്ചയും കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അവള് കാണാൻ ഇടവരുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളുടെ പിന്നിൽ വന്നിട്ട് എന്താ ഇത്ര കാര്യമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് തന്നെ അവളെ പേടിച്ച് പിന്നോട്ട് മാറാൻ പോകുന്നുണ്ടെങ്കിലും അവൻ ഉടനെ തന്നെ അവളെ താങ്ങി പിടിച്ചിട്ട് അവളെ കിസ് ചെയ്യാൻ പോകുമ്പോൾ അവളാവട്ടെ അത് തടയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വായിൽ അവളെ കൈ വെക്കുന്നുണ്ട്. അങ്ങനെ അവനാവട്ടെ അവളുടെ അടുത്തുനിന്ന് മാറിപ്പോയിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ പ്രതിസുത വധുവായിട്ട് ആ പെൺകുട്ടി എങ്ങനെയാണ് മാറി എന്നുള്ള വിവരങ്ങൾ അവൻ പറയുന്നുണ്ട്. ഹീറോയുടെ ഫാമിലിയും അതുപോലെ ആ പ്രതിസുത വധുവിന്റെ ഫാമിലിയും കുടുംബ സുഹൃത്തുക്കളായിരുന്നു. ഈ പ്രതിസുത വധുവിനാവട്ടെ ഹീറോയെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കമ്പനികള് വല്ലാത്തൊരു കോർപ്പറേഷനിലാണല്ലോ മുന്നോട്ട് പൊക്കോണ്ടിരുന്നത്. ഈ കമ്പനിയുടെ കോർപ്പറേഷൻ വെച്ചിട്ട് തന്നെ അവന്റെ മേല് അവൾ അഡ്വാൻറ്റേജ് എടുത്തിട്ട് അവനെ എങ്ങനെയും വിവാഹം കഴിക്കണമെന്നായിരുന്നു അവളുടെ ആവശ്യം.
അത് മാത്രമല്ല അവളെ തീരെ ഇഷ്ടമല്ല എന്നും ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവള് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ അയാൾക്ക് ആ പെൺകുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അയാൾ പറഞ്ഞതൊക്കെ കേട്ടു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ തിരിയുമ്പോൾ ഹീറോ അവളെ പിടിച്ച് താഴേക്ക് ഇരുത്തിയിട്ട് കുറേയധികം ഫയല് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇതൊക്കെ നിന്റെ ജോലികളാണെന്ന് പറഞ്ഞ് അവളെ ഏൽപ്പിക്കുന്നുണ്ട്. ഹീറോയിൻ ഇതുപോലെ ഹീറോയുടെ സ്റ്റഡി റൂമിലേക്ക് പോയിരിക്കുന്നു എന്ന് ഫിയാൻസി ഒരു ജോലിക്കാരിയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയെങ്കിലും വേമ്പുവിനെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് പ്രസ്തുത വധു മനസ്സിലുറപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം ആവട്ടെ ഒരു വേലക്കാരി ഹീറോയിനെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹീറോ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്നാൽ പേയുടെ പ്രസ്തുത വധുവിന്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഹീറോയിനെ അങ്ങോട്ടേക്ക് വരുത്തിയിരുന്നത്. വേലക്കാരി ഈ സമയത്ത് അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നീന്തൽ അറിയാമോ എന്ന്. അവളാവട്ടെ അറിയില്ല എന്ന് പറയുന്ന നിമിഷത്തിൽ തന്നെ ഹീറോയിനെ വെള്ളത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. അവളാവട്ടെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അതിൽ കടന്ന് അലറി വിളിക്കുന്നുണ്ട്. പൂച്ചകൾക്ക് വെള്ളം അത്ര ഇഷ്ടമല്ലല്ലോ. അതുമാത്രമല്ല അലർജി സംഭവിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ നിന്ന് നീന്താനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും മുകളിൽ നിന്ന് ഈ രംഗം ഹീറോ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ താഴേക്ക് അവളെ രക്ഷിക്കാനായി വരുന്നുണ്ട്. എന്നാൽ ഈ രംഗം പ്രസ്തുത വധു കാണുന്നുണ്ടായിരുന്നു. അവനാവട്ടെ താഴേക്ക് വരുന്നത് കണ്ടിട്ട് പ്രസ്തുത വധുവാവട്ടെ നേരെ വന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നുണ്ട്. കാരണം ഹീറോയിൻ അവളെ തള്ളിയിട്ടു എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പുറത്താക്കാമെന്നാണ് പേയുടെ പ്രസ്തുത വധു കരുതിയത്. എന്നിരുന്നാലും അവനാവട്ടെ അവളെ ഒന്ന് ഗവനിക്കുക പോലും ചെയ്യാതെ ഹീറോയിനെ ആ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളുടെ വയറിനുള്ളിൽ പോയ വെള്ളമൊക്കെ ഹീറോ ആവട്ടെ വായിലൂടെ തന്നെ വെളിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ ആവട്ടെ വേലക്കാരിയോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന്. ആ വേലക്കാരി ആവട്ടെ പ്രസ്തുത വധുവിനെ നോക്കിയിട്ട് മേഡമാണിത് ചെയ്തേയെന്നും വേമ്പുവിനെ തള്ളിയിട്ടപ്പോൾ മേഡവും കാൽവഴുതി വെള്ളത്തിലേക്ക് വീണയാണെന്ന് കള്ളം പറയുന്നു. അതുമാത്രമല്ല ഹീറോയിനെ പറ്റി ആ വേലക്കാരി അവിടെ മോശമായി സംസാരിക്കുന്നുണ്ട്. അവള് ഹീറോ അവളുടെയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ ഹീറോ എടുത്ത് പറയുമ്പോൾ ദേഷ്യം വന്ന ഹീറോ ആവട്ടെ ഇന്ന് തന്നെ വീട് വിട്ട് പുറത്തേക്ക് പോകണമെന്ന് ജോലിക്കാരിയോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം അവന്റെ പ്രസ്തുത വധുവിന്റെ അടുത്ത് പറയുന്നുണ്ട് നീ കൊണ്ടുവന്ന ജോലിക്കാരിയും അതുപോലെ തന്നെ നീയും ഇന്ന് തന്നെ പുറത്തേക്ക് പൊക്കോണോന്ന്. അവൾ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ പറയുന്നുണ്ട് ഇത് നിന്റെ വീടല്ല എന്റെ വീടാണ്, ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കൂ, മര്യാദക്ക് ഇന്ന് തന്നെ എന്റെ വീടിന് വെളിയിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അവൾക്ക് അതനുസരിക്കാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഹീറോയിന് ബോധം തെളിയുന്നത് കൊണ്ട് തന്നെ ആരാണ് അവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഇതുപോലെ പ്രസ്തുത വധു അവളെ നോക്കി വരട്ടുന്നുണ്ട്. ഹീറോയിൻ പേടിച്ചാവട്ടെ താൻ തനിയെ കാല് വഴുതി വെള്ളത്തിലേക്ക് വീണയാണെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് പ്രസ്തുത വധു പറയുന്നുണ്ട് ഞാനും വെള്ളത്തിൽ വീണായിരുന്നല്ലോ, എന്നെ രക്ഷിക്കാതെ നീ അവളെ അല്ലേ രക്ഷിച്ചെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട് നിനക്ക് സ്വിമ്മിങ് അറിയാലോ, പിന്നെ ഞാൻ എന്തിനാണ് നിന്നെ രക്ഷിക്കുന്നതെന്ന്. ഫിയാൻസി ആവട്ടെ അവനോട് വളരെയധികം നിരസത്തോടെ പറയുന്നുണ്ട് ഞാൻ നിന്റെ ഫിയാൻസിയാണ്, നീ എന്റെ പക്ഷത്തല്ലേ നിൽക്കുന്നേ, ഇങ്ങനെ ഒരു തീയുടെ കൂടെ നീ എന്തിനാ നിൽക്കുന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട് ഞാൻ നിന്നോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് നിനക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ചാൻസും കൂടെ ഉള്ളൂ എന്ന്. ഇതിനുള്ള തെളിവ് ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും നിന്റെ കാര്യം അത്രേ ഉള്ളൂ എന്ന് അവള് പറഞ്ഞപ്പോൾ അവള് പറയുന്നുണ്ട് ഞാൻ പേടിക്കേണ്ട കാര്യം എന്താ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഇന്നസെന്റ് ആണെന്ന് തന്നെ പറയുന്നു. അവൾ അങ്ങനെ തറപ്പിച്ച് കറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ CCTV ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കള്ളത്തരങ്ങളെ ഹീറോ കണ്ടുപിടിക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. മറ്റൊരു ജോലിക്കാരിയെ വിളിച്ചിട്ട് ഫിയാൻസി അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവള് പോയതിനു ശേഷം ആവട്ടെ ഹീറോയിന്റെ അടുത്ത് ഹീറോ പറയുന്നുണ്ട് ഇനി അവൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നും എപ്പോഴും അവളെ പ്രൊട്ടക്ട് ചെയ്യാമെന്നും പറയുന്നു. ഇത് കേട്ട് അവൾക്ക് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. രാത്രിയാവട്ടെ അവൻ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് അവൾ വല്ലാതെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഹീറോ കൊടുത്ത ഫയലൊക്കെ അവൾ എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് ചെയ്ത് തീർക്കേണ്ടതായിരുന്നെങ്കിലും അവൾ ആ ജോലികളൊക്കെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ചെയ്ത് തീർത്തിട്ട് ഹീറോയെ ആ ഫയലുകൾ മടക്കി ഏൽപ്പിക്കുന്നു. ഹീറോ അതൊന്ന് നോക്കിയിട്ട് സംശയത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് ചെയ്ത് തീർക്കേണ്ട വർക്കുകൾ നീ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർത്തോന്ന്. ഈ സമയത്ത് അവൻ പോക്കറ്റിൽ നിന്ന് അവൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സാധനം എടുത്ത് കാണിക്കുന്നു. അത് പൂച്ചകളുടെ ഒരു കളിപ്പാട്ടമായിരുന്നു. പൂച്ചകൾക്ക് അത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നും. അതുപോലെ തന്നെ ഹീറോയിൻ അത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ പിടിക്കണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അത് വെച്ച് കളിച്ചോണ്ടിരിക്കുന്ന സമയത്താവട്ടെ ഹീറോയിനാവട്ടെ നേരെ അവന്റെ മടിയിലേക്ക് വീഴുന്നുണ്ട്. ഹീറോ ആവട്ടെ അവള് വളരെ ക്യൂട്ടാണെന്ന് കരുതി അവളുടെ തലയിലൊക്കെ തലോടുന്നുണ്ട്. ഈ സമയത്ത് അവളാവട്ടെ അവന്റെ നെഞ്ചിൽ നഖം കൊണ്ട് ചെറുതായിട്ട് ഉരയ്ക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നുണ്ട്. ഹീറോയുടെ മടിയിൽ ഒരു പൂച്ചയുണ്ടായിരുന്നു. ആ പൂച്ചയുടെ തലയിലാവട്ടെ ഹീറോ തലോടിക്കൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ തന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതെന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. അവൾക്കാവട്ടെ അവൻ അവളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അവന്റെ കൺട്രോളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് അത്ര എളുപ്പമല്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഈ സമയത്ത് ഹീറോയുടെ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവൾ ടേബിളിനടിയിലേക്ക് ഒളിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് ആവട്ടെ ഒരു പ്രോജക്റ്റിന്റെ കാര്യം പറയാൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അയാൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഹീറോ അവളുടെ മുഖം കയ്യിലേക്ക് വെച്ചിട്ട് അവളുടെ ചെവിയിൽ പതിയെ തലോടിക്കൊണ്ടേയിരുന്നു.
അവൾക്ക് ഈ സമയത്ത് എന്തോ ഒരു തരം ഫീലിങ്സ് തോന്നുന്നുണ്ട്. അങ്ങനെ അവള് പതിയെ ആ കയ്യിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. പൂച്ചകൾ സാധാരണ ഒന്ന് തടവി കൊടുത്താൽ അവരപ്പോൾ തന്നെ ഉറക്കത്തിലേക്കാവുമല്ലോ. അതുകൊണ്ടാണ് അവളും ഇപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയിരിക്കുന്നത്. അസിസ്റ്റന്റ് അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോ ആവട്ടെ അവളെ എടുത്തുകൊണ്ടുപോയി സോഫയിലേക്ക് കിടത്തിയിട്ട് തന്റെ കോട്ടൊക്കെ പുതപ്പിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇന്നലെ വളരെ കഷ്ടപ്പെട്ട് തന്നെ താൻ ചെയ്യേണ്ടിയിരുന്ന ജോലികളൊക്കെ തീർത്തതല്ലേ, അതുകൊണ്ട് നന്നായി തന്നെ ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അവളാവട്ടെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പിന്നീട് കണ്ണു ഉറക്കുന്നത് തന്നെ. 2 മണിയായോ എന്ന ആശങ്കയോടെ തന്നെ അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാവട്ടെ ആരോ ആ മുറിയിലേക്ക് കടന്നു വരുന്ന പോലെ തോന്നി. അതുകൊണ്ട് തന്നെ അവള് സോഫയ്ക്ക് പിന്നിലേക്ക് ഒളിക്കുന്നുണ്ട്. എന്നാൽ ആരും ആ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അവിടെയുള്ള ഡ്രൈഡ് ഫിഷ് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് അവള് പോകുമ്പോൾ ഇവിടുത്തെ കുറച്ച് സ്റ്റാഫുകൾ വന്ന് അവളോട് മോശമായി സംസാരിക്കുന്നുണ്ട്. നിനക്ക് കുറച്ചെങ്കിലും നാണം ഉണ്ടെങ്കിൽ ഇവിടുന്ന് റിസൈൻ ചെയ്തു പോ, നീ സിഇഒ വശത്താക്കി മേഡത്തിനെ എല്ലായിടത്തുനിന്നും പുറത്താക്കാൻ ശ്രമിക്കുകയല്ലേ എന്നൊക്കെ അവളോട് രൂക്ഷമായി തന്നെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവളെ കുറിച്ച് ഒരുപാട് മോശമായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ സഹിക്കവയ്യാതെ അവളത് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഹീറോയിന്റെ അടുത്ത് അവര് വഴക്കിനൊരുങ്ങുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ഒരു യുവാവട്ടെ അവളുടെ മേലേക്ക് കോഫി ഒഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നു. ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്, നിനക്കൊരു കോഫി കപ്പ് പോലും നേരെ ചൊവ്വേ യൂസ് ചെയ്യാൻ അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയുടെ അടുത്ത് സോറിയും പറഞ്ഞിട്ട് ആ യുവാവ് കോഫി കപ്പ് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ ആവട്ടെ അവന്റെ കാല് ചവിട്ടി ഞെരിക്കുന്നുണ്ട്. ആ യുവാവട്ടെ കരഞ്ഞുകൊണ്ട് ഒരുപാട് പ്രാവശ്യം സോറി പറയുന്നുണ്ടെങ്കിലും ഹീറോ അവന്റെ കാലുകൾ വിടാൻ തയ്യാറായിരുന്നില്ല. ചവിട്ടി ഞെരിച്ചുകൊണ്ടേയിരുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ ഹീറോയിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിന്നെ ജീവനോടെ വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വാൺ ചെയ്തിട്ട് തന്നെ ഹീറോ അവിടെ നിന്ന് വിടുന്നു. ഈ സമയത്ത് ഹീറോയിന്റെ സഹോദരൻ താഴെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവൾ സന്തോഷത്തോടെ തന്നെ താഴേക്ക് പോകുന്നുണ്ട്. ആ യുവാവ് ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നേക്കുന്ന കാരണം എന്തെന്ന് വെച്ചാൽ അവന്റെ സഹോദരി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഫാമിലിയുടെ ലോണൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനൊരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് പോലും എവിടെയൊക്കെയോ പോയി ജോലി ചെയ്തിട്ട് കുറച്ച് കാശ് അവളുടെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ്. അവൾ അവട്ടെ സഹോദരനോട് പറയുന്നുണ്ട്, ഇപ്പോൾ നീ ജോലി ചെയ്യേണ്ട പ്രായമല്ല, നന്നായി പഠിക്കാൻ നോക്കുന്നു. അപ്പോൾ അവനാവട്ടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രൈഡ് ഫിഷ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവൾക്കത് വളരെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവന്നതാണ്. ഹീറോയിനെ ഒരു യുവാവ് കാണാമെന്ന വിവരം ഹീറോയും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു വെച്ചിട്ട് അവൻ ആരാണെന്നുള്ള വിവരം അവനോട് തിരക്കുന്നുണ്ട്. വേമ്പുവിന്റെ സഹോദരനാവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ് എന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനെന്ന്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, ഞാൻ പേ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആണ്. എന്തിനാണ് നീ വേമ്പുവിനെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ചോദിക്കുമ്പോൾ എന്റെ സഹോദരിയെ കുറിച്ച് പറയാൻ നീ ആരാണെന്ന്, നിനക്കെന്താണ് അധികാരമെന്ന് അവൻ ചോദിക്കുമ്പോൾ ഹീറോ ആകെ അമ്പരക്കുന്നുണ്ട്. എന്താ, നിന്റെ സഹോദരിയാണോ വേമ്പു? ഹീറോയ്ക്ക് ഈ സമയത്ത് മനസ്സിലാവുന്നുണ്ട് അവള് ഓർമ്മ നഷ്ടപ്പെട്ട് ചിലപ്പോൾ പോയ വഴിക്ക് അവന്റെ ഫാമിലിയിലേക്ക് എത്തിപ്പെട്ടതായിരിക്കാമെന്ന്. 5 വർഷങ്ങൾക്ക് മുമ്പാണോ അവള് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വന്നു ചേർന്നതെന്ന് ഹീറോ അവനോട് സംശയത്തോടെ ചോദിക്കുമ്പോൾ ആ യുവാവ് അതേ എന്ന് പറയുന്നു. എന്നിരുന്നാലും ഹീറോയ്ക്ക് അത് എങ്ങനെ മനസ്സിലായി എന്നോർത്തിട്ട് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട്, 5 വർഷങ്ങൾക്ക് മുമ്പ് അവൾ എന്റെ കൂടെയാണ് ഉണ്ടായിരുന്നതെന്നും അവൾക്ക് അമ്നേഷ്യ ബാധിച്ച് ഇവിടെ നിന്ന് വഴിയറിയാതെ എങ്ങോട്ടേക്കോ പോയെന്നും പറയുന്നു. ഇത് കേട്ട് അവൻ പറയുന്നുണ്ട്, 5 വർഷങ്ങൾക്ക് മുമ്പ് അമ്നേഷ്യ ബാധിച്ച് അവളെ ആവട്ടെ അവന്റെ അമ്മയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന്. ഈ യുവാവിന്റെ അമ്മയാവട്ടെ അവളെ സ്വന്തം മകളെ പോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ആ കുടുംബത്തിലെ ഒരു അംഗമായി തന്നെ അവള് ജീവിച്ചു. ഈ യുവാവിന്റെ അമ്മയുടെ മരണശേഷം ആവട്ടെ ആ കുടുംബം മുഴുവൻ ഹീറോയിനാണ് നോക്കിക്കൊണ്ടുവന്നത്. ഇപ്പോൾ അവിടുത്തെ കടങ്ങൾ വീട്ടാനാണല്ലോ അവൾ അവിടെ ജോലിക്ക് വന്നത് തന്നെ. ഹീറോ ആവട്ടെ ആ യുവാവിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതുവരെ ഹീറോയിനെ നല്ലപോലെ തന്നെ കെയർ ചെയ്തുകൊണ്ട് തന്നെ 10 മില്യൺ അവന് നൽകിയേക്കാമെന്ന്. യുവാവ് ആവട്ടെ അത് സമ്മതിക്കുന്നുണ്ട്. അവന്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോ ഈ പണം നൽകിയിട്ടും അവൻ എതിർക്കാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവന്റെ അച്ഛൻ വരുത്തി വെച്ച കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ ഇപ്പോൾ ഹീറോയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ പണങ്ങളൊക്കെ ആ കടം കൊണ്ട് വീട്ടാനുമാവും. അതുപോലെ ഇങ്ങനെ ഒരാളുടെ കമ്പനിയിലെ ഹീറോയിൻ ജോലി ചെയ്യുന്നതിനോട് ഇപ്പോൾ അവളുടെ സഹോദരന് തീരെ താല്പര്യമില്ല. അതുമാത്രമല്ല അവള് ജോലി ചെയ്ത് കഷ്ടപ്പെടാതെ ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കട്ടെ എന്ന് അവനും കരുതുന്നുണ്ട്. അതിനുശേഷം ആ പണമൊക്കെ കൈപ്പറ്റിയിട്ട് ഹീറോയിന്റെ സഹോദരൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കാവട്ടെ ആ യുവാവിനെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ നിന്ന് പ്രോജക്റ്റിന്റെ കാര്യം സംസാരിക്കാനായി ഹീറോ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വാൻലിയുടെ സഹോദരന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഈ വാൻലി എന്ന് പറയുന്നത് ഹീറോയുടെ ഫിയാൻസി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവളാണ്. അവളുടെ സഹോദരനെ കാണാനാണ് ഹീറോ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇത് ഒരു പ്രോജക്റ്റിന് അവനോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോയുടെ അടുത്ത് ആ യുവാവ് ആവശ്യപ്പെടുന്നുണ്ട്. വാൻലയുടെ സഹോദരനുമായിട്ട് ഇനിയൊരു പ്രോജക്റ്റിനും അയാൾക്ക് താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും ഓരോന്നൊക്കെ പറഞ്ഞ് ഹീറോയെ കൊണ്ട് അയാൾ അതിനെ സമ്മതിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയും ആ യുവാവും കൂടി ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയുടെ ഡ്രിങ്ക്സിലാവട്ടെ ആ യുവാവ് എന്തോ കലർത്തിയിരുന്നു. ഹീറോയുടെ ഡ്രിങ്ക്സിലാവട്ടെ സെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മരുന്നായിരുന്നു കലർത്തിയിരുന്നത്. അത് വാൻലി തന്നെയായിരുന്നു അതിന്റെയും പിന്നിൽ. ഈ ഒരു ദിവസം ഹീറോയോടൊപ്പം ഫിസിക്കലായിരുന്നാൽ അവളെ പിന്നെ ആർക്കും ഹീറോയിൽ നിന്ന് പിരിക്കാൻ സാധിക്കില്ല എന്ന് അവൾ കരുതുന്നുണ്ട്.
അങ്ങനെ വാൻലി പറഞ്ഞതുപോലെ തന്നെ അവളുടെ സഹോദരൻ ഹീറോയുടെ ഡ്രിങ്ക്സിൽ അത് കലർത്തി കൊടുക്കുന്നുണ്ട്. ഹീറോയ്ക്ക് അത് കുടിച്ചപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നുമുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്ത് ഹീറോയിനെ വിളിച്ചിട്ട് ഇതുപോലെ ഈ റൂമിലാണ് ഉള്ളത്, അങ്ങോട്ടേക്ക് വന്ന് അവനെ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയിനാവട്ടെ അമാനുഷിക ശക്തി ഉണ്ടായിരുന്നു, കാരണം അവളൊരു പൂച്ചയല്ലായിരുന്നു. പൂച്ചകളെ പോലെ തന്നെ അവൾ വളരെ വേഗത്തിൽ ഓടുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് വാൻലി ആവട്ടെ ഹീറോയെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മരുന്നുള്ളിൽ ചെന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവളെ കണ്ടിട്ട് ഹീറോയിനെ പോലെ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. വേമ്പു എന്ന് കരുതി അവളുടെ മുഖത്തൊക്കെ ഹീറോ തൊട്ടു നോക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് വാൻലിയുടെ മുഖം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഹീറോ ആവട്ടെ പെട്ടെന്ന് തന്നെ അവളെ തള്ളിക്കളഞ്ഞിട്ട് നീ എന്താ ഇവിടെ നിന്നൊക്കെ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഹീറോയ്ക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ആ മരുന്ന് ഇഫക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് പിന്നീടൊന്നും ചെയ്യാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോയിനാവട്ടെ ഹീറോ പറഞ്ഞ മുറിയുടെ മുൻപിലെത്തി അവിടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ്സിനെയൊക്കെ അടിച്ചൊതുക്കിയിട്ട് ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് വാൻലി ചോദിക്കുന്നുണ്ട് നീ ആരാണെന്ന്, കാരണം ഹീറോയിൻ ഈ സമയത്ത് മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. വേമ്പോ ആവട്ടെ അവളുടെ അടുത്ത് ചെന്നിട്ട് നഖങ്ങൾ കാട്ടി അവളെ പേടിപ്പിക്കുന്നുണ്ട്. അത് കണ്ട് പേടിച്ച് അവളാവട്ടെ പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തുനിന്ന് മാറുന്നുണ്ട്. അങ്ങനെ ഹീറോയും കൂട്ടി അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുന്നുണ്ട്. വാൻലി ആവട്ടെ അവളുടെ പക്കലുള്ള ബാക്കി ബോഡി ഗാർഡ്സിനെ വെച്ച് അവരിരുവരെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനും ഒരു VIP റൂമിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഹീറോ ആവട്ടെ അവന്റെ സ്വബോധം വീണ്ടെടുക്കുന്നുണ്ട്. ഹീറോയിൻ അറിഞ്ഞു തന്നെ അവളെ കിസ് ചെയ്യുന്നുമുണ്ട്. വാൻലി ആവട്ടെ അവളുടെ ബോഡി ഗാർഡ്സിനെയും കൊണ്ട് ഹീറോയിനെയും സെർച്ച് ചെയ്യായിരുന്നല്ലോ, എന്നിരുന്നാലും അവരെ അവള് കണ്ടെത്തുന്നുണ്ട്. മുറി ലോക്ക് ആയതുകൊണ്ട് തന്നെ അവൾക്ക് മുറിയിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഹീറോയിന് ഓർമ്മ വരുന്നത്. തലേന്ന് രാത്രിയിലെ നഖങ്ങൾ കൊണ്ട് വാൻലിയെ പേടിപ്പിച്ച കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. അവളാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് വാൻലി മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അവളെ ബാക്കി വെച്ചേക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. താനാണ് അവനെ രക്ഷിച്ചതിന്റെ പിന്നിലെന്നുള്ള വിവരം ഒരു കാരണവശാലും വാൻലി അറിയരുതെന്ന് പറഞ്ഞ് അവൾ അവിടെ അവനോട് തൊഴുത് അപേക്ഷിക്കുന്നുണ്ട്. ഹീറോയും അതിനെ ഓക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവൾ അവട്ടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട്. ഹീറോയിനെ വെയിറ്റ് ചെയ്താട്ടെ അവളുടെ മുറിയിൽ വാൻലി ഉണ്ടായിരുന്നു. അവള് രാത്രിയിൽ എവിടെ പോയിരുന്നു എന്ന് വാൻലി അവളോട് തിരക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു, വേറെ എവിടെയും പോയില്ല എന്ന്. എന്തായാലും അവളത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഹീറോ എവിടെയായിരുന്നു ഇന്നലെ രാത്രിയിൽ എന്നുള്ള വിവരം അവൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സാറും അദ്ദേഹത്തിന്റെ മുറിയിൽ തന്നെ കാണണമായിരിക്കുമെന്ന് അവൾ പറയുമ്പോൾ ഉടനടി തന്നെ വാൻലി അവളെ അടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവളെ ഭയപ്പെടുത്തിയ പെൺകുട്ടിയും ഹീറോയിനും ഒരുപോലെ ഇരിക്കുന്ന പോലെ ഈ വാൻലിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അവളെ ഹീറോയിനെ അടിച്ചത്. ഇതുപോലെ CCTV ക്യാമറ പോയി ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് നോക്കിയാലും എന്നാൽ CCTV ക്യാമറകളെല്ലാം ഓഫായിരുന്നു. ആരൊക്കെ വന്നെന്നോ ആരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയെന്നുള്ള വിവരമൊന്നും വാൻലിക്ക് അറിയത്തില്ലായിരുന്നു. വാൻലി ഹീറോയിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട് ഈ വീട് വിട്ട് പുറത്തേക്ക് പോകണമെന്നും ഇതിന് മുമ്പ് കിടന്ന ഇൻസിഡന്റ് ഒക്കെ പറഞ്ഞിട്ട് അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണെന്നും പറയുന്നു. ഹീറോയിനാവട്ടെ അതിനൊക്കെ ഓക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ടെങ്കിലും ഈ സമയത്ത് വാൻലി ചോദിക്കുന്നുണ്ട് നിനക്കൊരു സഹോദരനില്ലേ എന്ന്. ഇത് കേട്ട് അവളാവട്ടെ ഷോക്കായി വാൻലിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്തിനായിരിക്കും ഇവരെന്റെ സഹോദരനെ പറ്റി ഇപ്പോൾ തിരക്കിയെന്ന് ആലോചിച്ചിട്ട് അവൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വാൻലി ആവട്ടെ ഒന്ന് അഹങ്കാര ഭാവത്തോടെ തന്നെ ചിരിച്ചിട്ട് ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട് അവളുടെ സഹോദരൻ ഇപ്പോൾ അവളുടെ പക്കലാണുള്ളതെന്ന്. ഇത് കേട്ട് പരിഭ്രാന്തയായ ഹീറോയിനാവട്ടെ എന്റെ സഹോദരനെ ഒന്നും ചെയ്യില്ല മേഡം, താൻ ഇപ്പോൾ തന്നെ ഈ വീട് വിട്ട് പൊക്കോളാം എന്ന് പറയുമ്പോൾ വാൻലി പറയുന്നുണ്ട് ഈ വീട് വിട്ട് പോവാൻ നീ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിന്റെ സഹോദരൻ എവിടെയാണെന്നുള്ള വിവരം താൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവളുടെ സഹോദരൻ ഉള്ളെടുത്ത വഴി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സഹോദരനെ അന്വേഷിച്ച് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. സഹോദരനെ അന്വേഷിച്ച് അവള് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവള് വഴിയിൽ വീഴുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ ഒരു ഷൂ വഴിയിൽ കിടക്കുന്നത് അവൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ എവിടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയം കൊണ്ട് തന്നെ ഹീറോയിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നിരുന്നു. ബട്ട്ലർ നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ വാൻലിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഹീറോയിൻ എങ്ങോട്ടേക്കാ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അവളാവട്ടെ അവൾക്കൊന്നും അറിയാത്ത മട്ടിൽ തന്നെ നടിക്കുന്നുമുണ്ട്. ഇനിയെങ്കിലും നീ സത്യം പറ, ഹീറോയിൻ എവിടെയാണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവള് ചിലപ്പോൾ മരിച്ചുപോയി കാണുമെന്ന് അവള് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. ഇത് കേട്ട് ഭയങ്കരമായ ദേഷ്യം തോന്നിയ ഹീറോ ആവട്ടെ ഹീറോയിനെ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയിനെ പറഞ്ഞുവിട്ട വഴിയെക്കുറിച്ചൊക്കെ ബട്ട്ലർ കേട്ടിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അയാളെ വിവരം ഹീറോയെ ധരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെ അന്വേഷിച്ച് ഹീറോ പോകുന്നുമുണ്ട്. ഹീറോയിൻ ആവട്ടെ ഈ സമയം കൊണ്ട് തന്നെ അവളുടെ അനിയനെ തടവിലാക്കിയ സ്ഥലത്തെത്തിയിരുന്നു. അവന്റെ പരിസരത്തെങ്ങും ആരും ഇല്ലാത്തത് കണ്ടുകൊണ്ട് തന്നെയാണ് ഹീറോയിൻ അങ്ങോട്ടേക്ക് ചെന്നത്. എന്നാൽ അവളെ കണ്ടുകൊണ്ട് മറഞ്ഞു നിന്നിരുന്ന ചിലരാവട്ടെ തടിയും വടിയുമായി അവരുടെ ചുറ്റും കൂടുന്നുണ്ട്. പക്ഷെ വേമ്പുവിനെ കണ്ടപ്പോൾ അവരോരോരുത്തരും ഓരോ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഹീറോയിൻ വളരെ സുന്ദരിയായതുകൊണ്ട് തന്നെ ഇന്ന് അവളെ ഇരയാക്കാമെന്നൊക്കെ അവരിൽ ചിലര് പറയുന്നുണ്ട്. അപകടം മനസ്സിലാക്കി അവളുടെ സഹോദരൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ചേച്ചി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോക്കോ, താൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വന്നോളാമെന്ന്. എന്തായാലും ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ തയ്യാറായിരുന്നില്ല, കാരണം അവളുടെ പക്കൽ പവേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരുപാട് ദേഷ്യം വരുന്ന അവൾക്കാവട്ടെ ചെവിയൊക്കെ രൂപപ്പെടുന്നുണ്ട്.
അങ്ങനെ അവളാവട്ടെ അവളുടെ നഖങ്ങൾ കൊണ്ട് തന്നെ ഓരോരുത്തരെയും ആക്രമിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് അവളൊരു മനുഷ്യനല്ല എന്നുള്ള വിവരം അവളുടെ സഹോദരന് പോലും മനസ്സിലാവുന്നത്. അങ്ങനെ അവളാവട്ടെ അവരെ എല്ലാരെയും തറം പറ്റിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൾക്കൊരു അബദ്ധം പറ്റിയില്ല എന്ന് അവനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ അടുത്ത് ആരാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാളെ ഹീറോ വരട്ടുന്നുണ്ട്. പക്ഷെ എത്ര ചോദിച്ചിട്ടും അയാൾ പറയുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഹീറോയിന്റെ ബ്രദറാണ് പറയുന്നത് ഏതോ ഒരു പെണ്ണാണ് പിന്നിൽ, അവളുടെ പേര് ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ പറയുന്നത് കേട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വാൻലിയുടെ പേര് പറയുന്നുണ്ട്. ഹീറോയിന്റെ അടുത്ത് ആവട്ടെ സ്ട്രെയിറ്റ് ആയിട്ട് അവളുടെ ബ്രദറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. വാൻലിയുടെ കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളാമെന്നും പറയുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോയ ഹീറോ ആവട്ടെ വാൻലിയുടെ കരണം നോക്കി തന്നെ ഒരടി കൊടുക്കുന്നുണ്ട്. ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീയല്ലേ ഇതുപോലെ വീമ്പുവിന്റെ സഹോദരനെ കടത്തിക്കൊണ്ട് പോയേ എന്ന്. എന്നാൽ അവളാവട്ടെ ഒന്നും അറിയാത്ത മട്ടിൽ തന്നെ തനിക്കൊന്നും അറിയില്ല, താനല്ല ഇതിന്റെയൊക്കെ പിന്നിലെന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോ ആവട്ടെ, നീ വീണ്ടും എന്നോട് കള്ളം പറയാൻ ശ്രമിക്കേണ്ട, നീ തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നില്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നീ ഹീറോയിനെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അവളെ ഗ്രീൻ ഹൗസിൽ പൂട്ടിയിട്ടു, പിന്നെ പൂളിഞ്ഞ് തള്ളിയിട്ടു, പിന്നെ എന്തെല്ലാം ദ്രോഹങ്ങൾ ഇപ്പോൾ നീ അവളോട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവളെ കൊല്ലാൻ പോലും നീ മടിക്കില്ലല്ലോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതിനൊക്കെ കാരണം അവൾ തന്നെയാണെന്ന് വാൻലി പറയുന്നുണ്ട്. അപ്പോൾ എന്റെ ഉള്ളില് ഡ്രഗ്സ് കടത്തി വിട്ടതും വൈമോ ആണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ വാൻലി ഒന്ന് പതറി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവള് പറയുന്നുണ്ട്, കുഴപ്പമില്ല, ആ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വിട്ടേക്കാൻ, ഇനി അതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യണ്ട. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, അതൊന്നും അങ്ങനെ വിട്ടു കളയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ വാൻലിയുടെ കീഴിലുള്ള എല്ലാ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വീട് വിട്ടിറങ്ങണമെന്ന് തന്നെ ഹീറോ അവളോട് പറയുന്നുണ്ട്. വാൻലി ആവട്ടെ അവനെ ഡിഫെൻഡ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ 5 വർഷങ്ങളായി നിന്റെ കൂടെ ഉള്ളവളാണ്. ഇന്നലെ കണ്ടോൾക്ക് വേണ്ടി നീ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഹീറോ ആവട്ടെ, ഇന്നലെ വന്നോളോ? അവൾ ഇന്നലെ വന്നോളൊന്നുമല്ല, 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്റെ ഒപ്പം ഉണ്ടായിരുന്നവളാണ്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ തന്നെ ഈ വീട് വിട്ട് പുറത്തേക്ക് പോകണമെന്ന് വാൻലിയെടുത്ത് അവൻ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് വെയ്മോനും തോന്നുന്നുണ്ട് അവൾക്കുണ്ടാവുന്ന ഓർമ്മകളൊക്കെ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണെന്ന്. ഹീറോ ആവട്ടെ അവന്റെ ആളുകളെ കൊണ്ട് ഇതുപോലെ വാൻലിയുടെ ആളുകളെയും അവളെയും പുറത്തേക്കാക്കാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ആ പെൺകുട്ടി ആവട്ടെ ഒരു മൂർച്ചയേറിയ സ്പൂൺ എടുത്ത് അവളുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട്. അവളെ ഇവിടെ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ അവൾ ഉടനടി തന്നെ അത് ഉപയോഗിച്ച് കുത്തി മരിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് വാൻലിയുടെ സഹോദരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, വെളിയിൽ പോകേണ്ടത് എന്റെ സഹോദരിയല്ല നിങ്ങളൊക്കെയാണെന്ന്. ഇതിന്റെ പിന്നിലെ കാരണം എന്തെന്ന് വെച്ചാൽ ഹീറോയുടെ വീട്ടിലിരുന്നിട്ട് ഹീറോയുടെ സ്വത്തുക്കളെല്ലാം വാൻലി ആവട്ടെ അവളുടെയും അവളുടെ സഹോദരന്റെ പേരിലേക്ക് മാറ്റിയിരുന്നു. അവളാവട്ടെ ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ സ്വത്തുക്കളൊക്കെ ഞാൻ തിരിച്ചു നൽകാൻ, പക്ഷെ എന്നോട് ഈ ചെയ്തതിനൊക്കെ എന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞിട്ട് എന്നെ വിവാഹം കഴിച്ചാൽ മാത്രവും നിനക്ക് മാപ്പും തന്ന് നിനക്ക് നിന്റെ സ്വത്തുക്കളും തിരികെ നൽകിയേക്കാമെന്ന് പറയുന്നു. ഹീറോ അവൾ പറഞ്ഞതിന് ഡിഫെൻഡ് ചെയ്യണം തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അത് നിന്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട, ഒരിക്കലും തന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടം വിട്ട് പൊക്കോണമെന്നും അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട വെയ്മു പറയുന്നുണ്ട്, ഇത് പ്രസിഡന്റ് പേയുടെ വീടാണ്, അവിടെ തന്നെ അദ്ദേഹം താമസിക്കുമെന്ന്. ഇത് കേട്ട വാൻലിയുടെ സഹോദരനാവട്ടെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയാണോ കുറുക്ക് വഴിയിലേക്ക് ഇങ്ങോട്ടേക്ക് കയറി വന്ന പെൺകുട്ടിയെന്ന്. അതുമാത്രമല്ല മോശമായി ഹീറോയിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളും പറയുന്നുണ്ട്. ഹീറോയ്ക്കാവട്ടെ നല്ലപോലെ ദേഷ്യം കയറി അയാളുടെ മുൻപിലേക്ക് കയറി നിൽക്കാൻ ഒരുങ്ങുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്റെ സഹോദരിയുടെ സാക്രിഫൈസിനെ നീ മുതലെടുത്തയല്ലായിരുന്നോ എന്ന്. ഹീറോ ആവട്ടെ അവളുടെ സഹോദരന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് സാക്രിഫൈസ് ആണ് അവള് ചെയ്തത്? ഞാനല്ല അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അവള് തന്നെ ഫോഴ്സ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ. ഒരിക്കൽ പോലും അവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നും ഇപ്പോൾ തന്നെ തന്റെ വീട് വിട്ട് വെളിയിൽ പോകാനും ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് വാൻലി പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട് വിട്ട് പോയില്ല എന്ന്, കാരണം ഈ സ്വത്തുക്കളൊക്കെ ഇപ്പോൾ അവരുടെ കൈക്കലായി കഴിഞ്ഞല്ലോ. ഹീറോയിനാവട്ടെ അവരുടെ അടുത്ത് കെഞ്ചി ചോദിക്കുന്നുണ്ട്, ഹീറോയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കരുതെന്ന് പറഞ്ഞ്. ഈ സമയത്ത് അവളുടെ സഹോദരൻ പറയുന്നുണ്ട്, ഹീറോയിൻ ഇതുപോലെ അവരുടെ കാല് പിടിച്ച് അപേക്ഷിക്കാന്നുണ്ടെങ്കിൽ ഹീറോയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല എന്ന്. ഇത് കേട്ട ഹീറോയിനാവട്ടെ അവരുടെ മുൻപിൽ മുട്ടുകുത്തി യാചിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഹീറോ അവളെ തടയുന്നുണ്ട്. ആരുടെ മുമ്പിൽ നീ എനിക്ക് വേണ്ടി യാചിക്കേണ്ടതില്ല, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാമെന്നും പറയുന്നു. ഈ സമയത്ത് അവിടേക്ക് കുറച്ച് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, ഈ ഹീറോയുടെ കമ്പനിയിലും അതുപോലെ തന്നെ വാൻലിയുടെ കമ്പനിയിലും കോർപ്പറേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറച്ച് കമ്പനിയിലുള്ള മേലുദ്യോഗസ്ഥരായിരുന്നു. എന്നാൽ ഈ വന്നിരിക്കുന്നവരെല്ലാം ഹീറോയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ഇത് കണ്ട വാൻലി ആവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം അവരുടെ കമ്പനിയെക്കാട്ടിലും 10 മടങ്ങ് വളരെയധികം മേലിൽ നിൽക്കുന്ന കമ്പനികളായിരുന്നു അതൊക്കെ. അവരിപ്പോൾ അവിടെ വന്നിരിക്കുന്ന കാരണം എന്തെന്ന് വെച്ചാല് ഈ വാൻലിയും അവളുടെ സഹോദരനും കൂടി മറ്റ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർസ് എല്ലാം അവരുടെ പേരിലേക്ക് ആക്കിയിരിക്കുന്ന രേഖകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഉദ്ദേശം മനസ്സിൽ വെച്ചാണ് അവർ ഹീറോയുടെ വീട്ടിലേക്ക് കടന്നുകൂടിയിരിക്കുന്നതെന്ന് ഹീറോയ്ക്ക് ഇതിനു മുമ്പേ മനസ്സിലായി കഴിഞ്ഞതായിരുന്നു.
ഇവരെന്ത് ചതവും ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ യഥാർത്ഥ കമ്പനിയുടെ സീലുകൾ മാറ്റി കപടമായ സീലുകളായിരുന്നു വെച്ചിരുന്നത്. ഈ സമയത്ത് തന്നെ വാൻഡിയുടെ സഹോദരനൊരു കോള് വരുന്നുണ്ട്. അവരുടെ കമ്പനിയുമായിട്ട് ഒപ്പുവെച്ചിരുന്ന എല്ലാ ഷെയർ ഹോൾഡേഴ്സും അവരുടെ കോർപ്പറേഷൻ പിൻവലിക്കുകയും അതുമാത്രമല്ല ഹീറോ അവർക്കെതിരെ ഒരു കേസും കൊടുത്തിരുന്നു. വ്യാജമായ സെയിൽ ഉപയോഗിച്ച് അയാളുടെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കി എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ സർവ്വ സ്വത്തുകളും അവരുടെ പേരിലായി എന്ന് പറഞ്ഞ് അവര് വല്ലാതെ അഹങ്കാരം കാണിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം നഷ്ടമായിരിക്കുന്നു. ഹീറോയുടെ കമ്പനിയിലെ ഒരു തരി സ്വത്ത് പോലും അവർക്ക് കിട്ടിയതുമില്ല. അവരുടെ കമ്പനിയാകെ തകരാറിലുമായി. ഈ ടൈമിൽ ഹീറോയിനാവട്ടെ ബോധരഹിതയായി താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ഹീറോ ആവട്ടെ അവളെ എടുത്തുകൊണ്ടുപോയി ബെഡിലേക്ക് കിടത്തി അവൾക്കൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്. ആ മരുന്ന് കഴിച്ചാൽ അവളുടെ പഴയ ഓർമ്മകളൊക്കെ അവൾക്ക് തിരികെ കിട്ടുമായിരുന്നു. ഈ സമയത്ത് ഹീറോ അവളെ മടിയിലിരുത്തി കൊഞ്ചിക്കുന്ന പോലുള്ള ഓർമ്മകളൊക്കെ അവളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരിക്കൽ അവൾ ഹീറോയുടെ പൂച്ച തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൾ ആവട്ടെ മനുഷ്യനായി മാറുന്നു. അത് എന്ത് ശക്തി കൊണ്ടാണ് അവൾ മനുഷ്യനായി മാറിയെന്നൊന്നും അറിയില്ല. അവൾക്ക് പൂച്ചയായിരുന്നപ്പോൾ പോലും അങ്ങനെ ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. മനുഷ്യനായി അവരിരുവരും മാറിയതിനു ശേഷം രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. പക്ഷെ അവൾക്ക് അംനീഷ്യ ബാധിച്ച് വീട് വിട്ട് എവിടേക്കാന്നറിയാതെ പോകുന്നുണ്ട്. അതിനുശേഷം 5 വർഷങ്ങൾക്ക് ശേഷം ഹീറോ അവളെ കണ്ടുപിടിച്ച് വീണ്ടും തിരികെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന കാര്യങ്ങളെല്ലാം ഹീറോയിന് ഓർമ്മ കിട്ടുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവള് കണ്ണുകൾ തുറക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവൾക്ക് കഴിക്കാനായി ഫിഷ് സൂപ്പുമായി അങ്ങോട്ടേക്ക് ഈ സമയത്ത് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരിരുവരും ഒരു പാർട്ടിയിലേക്ക് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ അവൾക്ക് പ്രത്യേകതരം ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് നൽകിയിരുന്നു. അവിടെ വാനിയും ഉണ്ടായിരുന്നു. ഈ സമയത്ത് അവിടെയുള്ളവരൊക്കെ ഹീറോയിൻ വളരെ സുന്ദരിയാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന വാനിക്ക് ആവട്ടെ ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഹീറോയിന്റെ കഴുത്തിൽ ഒരു നെക്ലേസും ഉണ്ടായിരുന്നു. ഹീറോയുടെ ഫാമിലിയിലുള്ള സ്ത്രീകൾക്ക് പരമ്പരാഗതമായി കൈമാറി വരുന്ന ഒരു നെക്ലേസ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഒടുവിൽ അവളും ആ ഫാമിലിയിലെ ഒരു മെമ്പർ ആവാൻ പോവുകയാണെന്ന് വാൻലിയും മനസ്സിലാക്കുന്നുണ്ട്. അത് അവളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി ആവട്ടെ ഹീറോയിനെ അടിക്കാനായി പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഈ സമയത്ത് പൂച്ചകളുടെ ശക്തിയൊക്കെ കുറഞ്ഞു വരികയായിരുന്നു. കാരണം അവൾക്ക് ഈ ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നതും ചെവി വരുന്നതും നഖങ്ങൾ വരുന്നതും ഒക്കെ കാരണം മേ ബി അവള് ചിലപ്പോൾ ഹ്യൂമനായി തന്നെ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഹീറോ ആവട്ടെ വാനിയെ തടയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയിൻ വീണ്ടും ഓർമ്മകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ബോധരഹിതയാവുന്നുണ്ട്. അങ്ങനെ ഹീറോ ആവട്ടെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബെഡിലേക്ക് കിടത്തുന്നുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾക്ക് ബോധം വരുന്നുണ്ട്. ഈ സമയത്ത് അവളാവട്ടെ ഹീറോയുടെ വെറും ഒരു പെറ്റായിട്ടുള്ള പൂച്ചയായിരുന്നെന്നും അതിൽ നിന്ന് രൂപാന്തരം സംഭവിച്ചതാണെന്നുള്ള വിവരങ്ങളൊക്കെ അവൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. അത് അവള് ഹീറോയുമായി ഷെയർ ചെയ്യുന്നുമുണ്ട്. ഇത് കേട്ട ഹീറോ ആവട്ടെ അവളെ സന്തോഷത്തോടെ തന്നെ കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവളോട് പറയുന്നുണ്ട് ഇനി എപ്പോഴും അവനെ മാസ്റ്റർ എന്ന് പറഞ്ഞു വിളിക്കണമെന്ന്. എന്നാൽ അവൾ പറയുന്നുണ്ട് അവനെ പേര് മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ആവട്ടെ അവള് പേ എന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നുമുണ്ട്. അവൻ സന്തോഷത്തോടെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഇതോടെ ഈ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. പകുതി വെച്ച് വിഷ്വൽസ് സ്റ്റോപ്പായതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്ത് ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.